കിട്ടിപ്പോയി. ഇവനാണ് റിപ്പോർട്ടർ ചാനലിലെ ആ കറവക്കാരൻ ക്രിസ്റ്റി എം തോമസ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഗർഭം കണ്ടുപിടിക്കുവാൻ ഓടി നടന്ന റിപ്പോർട്ടർ ചാനലിലെ മൊട്ടകാരനും മരം കൊള്ളക്കാരനും ഒക്കെ ഒടുവിൽ പെട്ടു. സ്വന്തം ചാനലിൽ ഡെസ്കിലിരുന്ന ഒരു ഞരമ്പൻ സഹപ്രവർത്തകയെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്ന് അവർ വെളിപ്പെടുത്തുകയും അവർ ഇന്നിതാ വന്ന് അവന്റെ പേരൂടെ വെളിപ്പെടുത്തി കഴിഞ്ഞു. ഇതാണ് കാവ്യനീതി. ആരുടെ? കാലത്തിന്റെ കാവ്യനീതി. ഒടുവിൽ അഞ്ജന അനിൽകുമാർ ആ സത്യം വിളിച്ചു പറയുകയാണ്. മരം കൊള്ളക്കാരന്മാരുടെ ഫേക്ക് ന്യൂസ് ഫാക്ടറിയുടെ ഡെസ്കിൽ ജോലി ചെയ്യുമ്പോൾ തനിക്ക് ദുരനുഭവം ഉണ്ടായത് ആരിൽ നിന്നുമാണെന്ന് ഇതാ അവർ തുറന്നു പറയുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റായിയാണ് അഞ്ജന അനിൽകുമാർ ഈ വെളിപ്പെടുത്തലും നടത്തിയിരിക്കുന്നത്. അഞ്ജന തനിക്ക് പ്രകാരം ഒരു ദുരനുഭവം ഉണ്ടായെന്ന് ആളെ വെളിപ്പെടുത്താതെ പലരെയും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി വെളിപ്പെടുത്തലുകൾ നടത്തിയപ്പോൾ ആളുടെ പേര് പറയുവാനുള്ള ആർജവം കാണിക്കണമെന്ന് ITV ന്യൂസ് അഭ്യർത്ഥിച്ചിരുന്നു. ഇപ്പോഴിതാ അഞ്ജന അനിൽകുമാർ ആ പേർ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അവനാണ്, ആ ഞരമ്പനാണ് ക്രിസ്റ്റി എം തോമസ്. റിപ്പോർട്ടർ ചാനലിലെ അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്ററാണ് ഇവനാണ് അവൻ. ഇനി അഞ്ജനയുടെ ആ വെളിപ്പെടുത്തൽ കാണാം. ഹായ്, എൻ്റെ പേര് അഞ്ജന. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഫേസ്ബുക്കിൽ ഒരു ഇഷ്യൂ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിർത്തി എൻ്റെ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകാം എന്നാണ് ഞാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷെ കുറച്ച് ദിവസമായിട്ട് അതിന് പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാനുള്ളത്. കാരണം ഞാൻ കുറച്ച് ദിവസമായി മര്യാദയ്ക്കൊന്ന് ഉറങ്ങിയിട്ട്, അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ കുറച്ച് ദിവസമായി. ഈ വിഷയം കാരണം ഉറക്കവും ഭക്ഷണവും ഒക്കെ തോന്നിയ പോലെ ആയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഈ സംഭവം തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ഫോൺ കോളുകൾ, അവരോടൊക്കെ പറയുന്ന മറുപടി, മെസ്സേജുകൾ, ചില കമന്റുകൾ, അതൊക്കെ എന്നെ വല്ലാതെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പേര് ആദ്യം തൊട്ടേ പറയാതിരുന്നത് ആ വ്യക്തിയെ കുറിച്ച് ഓർത്തിട്ടല്ല, ആ കുടുംബത്തെ കുറിച്ച് ഓർത്തിട്ടാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള മാനുഷിക പരിഗണനയൊന്നും ഇവനെ പോലെയുള്ളവർ അർഹിക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസത്തെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പേരിന് പറയുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു. അയാളെപ്പോലുള്ളവർ സമൂഹം അറിയണം അവനൊക്കെ ആരാണെന്ന്. അല്ലെങ്കിൽ ഇത് തന്നെ ഇനി തുടരും. കാരണം എന്നോട് ചെയ്ത പോലെ ഇനി അവിടെ ജോലി ചെയ്യുന്നവരോടൊന്നല്ല, ആരോടും ചെയ്യാൻ പാടില്ല. എനിക്ക് നല്ലൊരു സുഹൃത്തായിരുന്നു, ചേട്ടനെ പോലെ ആയിരുന്നു എന്നൊക്കെ പറയാം. കാരണം ഞാൻ ജോലി സംബന്ധമായ സംശയങ്ങളും അങ്ങനത്തെ കാര്യങ്ങളുമൊക്കെ സ്ഥിരമായി വിളിച്ചു ചോദിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഞാനും ഈ ന്യൂസ് ഡെസ്കിൽ 1 വർഷത്തോളം ജോലി ചെയ്ത ആളാണ്. അപ്പൊ അതുകൊണ്ട് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു. ചേട്ടനെ പോലെയായിരുന്നു, എന്റെ അതേ ജില്ലയിലുള്ള വ്യക്തിയാണ്. അപ്പോ അങ്ങനൊരു സ്നേഹവും ഒരു സഹോദരനോട് ഉള്ള പോലെ ഒരു കരുതലും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇതിങ്ങനെ വഴിമാറി പോകുന്നത് ഞാൻ പതുക്കെയാണ് മനസ്സിലാക്കിയപ്പോ തൊട്ടൊരു ഗ്യാപ്പിട്ട് തുടങ്ങിയായിരുന്നു. പക്ഷെ പിന്നീട് അത് നേരിട്ട് കാണുന്ന ഒരു സാഹചര്യം എത്തിയപ്പോഴാണ് അതിങ്ങനെ ഒരു മോശ അവസ്ഥയിലേക്ക് എത്തിയത്. ഈ പ്രശ്നം എനിക്ക് അന്നാരോടും തുറന്നു പറയാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ലായിരുന്നു, അടുത്ത 1-2 സുഹൃത്തുക്കളോട് ഒഴിച്ച്. ആ സമയത്ത് മുഴുവൻ ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. എനിക്കിപ്പോഴും അറിയില്ല ഞാൻ എങ്ങനെയാ അന്നൊക്കെ ജോലി ചെയ്തത് എന്നുള്ളത്. പിന്നെ കൈക്കൊരു പരിക്ക് പറ്റി, പിന്നെ ശ്രദ്ധ കയ്യിലേക്കായി. പക്ഷെ ഇപ്പോഴും എനിക്കൊരു ഷോക്കാണുള്ളത്. കാരണം ആ വ്യക്തിയിൽ നിന്നും ഒരിക്കലും ഞാനത് പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു സ്ട്രേഞ്ചർ ആയിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ ഇത്രയും ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവില്ലായിരുന്നു. ഇതൊക്കെ ആ സ്ഥാപനത്തിൽ പറഞ്ഞ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയാനായി ശ്രമിച്ചപ്പോ തന്നെ അവിടെ നിന്നും എന്നെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശമാണ് ഉണ്ടായത്. അപ്പൊ ഞാൻ അവിടെ വെച്ച് നിർത്തി. ഈ സംഭവം വിവരിക്കാനോ ഒന്നിനും നിന്നില്ല. പിന്നെ ഇങ്ങനെ തുടർച്ചയായി ഇങ്ങനെ ഓരോ രീതിയിൽ ഇങ്ങനെ സ്ഥാപനത്തിൽ നിന്ന് ഉപദ്രവിച്ചു തുടങ്ങിയപ്പോഴേക്കുമാണ് ഞാൻ രാജിവെച്ചത്. അപ്പോ ആ വ്യക്തിയുടെ പേര് പറയാം, അത് പറയണം, അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. റിപ്പോർട്ടർ TVയിലെ അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ ആയിട്ടുള്ള ക്രിസ്റ്റി എം തോമസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഞാൻ ഈ മെയ് മാസം അവിടെ ഡെപ്യൂട്ടേഷന് ന്യൂസ് ഡെസ്കിൽ ചേർന്ന സമയത്ത് മോശമായി പെരുമാറിയത്. ഇയാൾ എന്നോട് മാത്രമല്ല മോശമായിട്ട് പെരുമാറിയത്, ഇതിനു മുൻപും അവിടെ ജോലി ചെയ്തിരുന്ന ചിലരോടും ഇങ്ങനെ മോശമായി പെരുമാറിയിട്ടുണ്ട്. അപ്പോ ഇതിന് തുടരാൻ പാടില്ല. ചിലപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ കഴിയുമ്പോൾ വീണ്ടും ഇയാൾ ഇങ്ങനെ തന്നെയായി മാറുമായിരിക്കും.
അതുകൊണ്ട് ഈ പേര് പറയുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസത്തെ അനുഭവങ്ങൾ എന്നെ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത്. ഞങ്ങൾ രണ്ടുപേരും മീഡിയ രംഗത്ത് ജോലി ചെയ്യുന്നവരാണ്, നമ്മുടെ സുഹൃത്തുക്കളും മീഡിയ രംഗത്ത് ജോലി ചെയ്യുന്നവരാണ്. അപ്പൊ അവരോടൊക്കെ ഇയാളുടെ പേരറിയുമ്പോൾ പല കഥകളാണ് ഇയാൾ ഇപ്പോഴും പറയുന്നത്. അപ്പോ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അത് ഭീകരമാണ്. അയാളുടെ കുടുംബം ഇത് അറിയണ്ട എന്ന് ഓർത്ത് ഞാൻ ആ പേര് മറച്ചു വെക്കുമ്പോൾ അയാൾ എന്നെ ഉപദ്രവിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിൽ നിന്നൊക്കെ എനിക്ക് ഒരു പ്രോപ്പർ ട്രാക്കിലേക്ക് വരണം. അപ്പൊ അതിന് ഈ വീഡിയോ ചെയ്യുന്നതും എന്നെ സഹായിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഈ സമയത്തും വീഡിയോ ചെയ്തത്. ഇപ്പോഴും ഇങ്ങനൊരു അവസ്ഥയിലെങ്കിലും ഇരിക്കുന്നത് നല്ല കുറച്ച് സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ടാണ്. അവർ സ്ഥിരമായി വിളിച്ച് തിരക്കുന്നത് കൊണ്ടാണ്. എന്ത് ചെയ്യുക, ഭക്ഷണം കഴിച്ചോ, അങ്ങനെ ചെക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോ അങ്ങനെയുള്ള സുഹൃത്തുക്കളെയൊക്കെ ജീവിതത്തിൽ തന്നതിന് നന്ദി. ഇങ്ങനെയുള്ളവരെ വൈകിയാണെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞു, സന്തോഷമുണ്ട്. എന്തായാലും ആ സ്ഥാപനം നടപടി എടുക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ അടുത്ത മാസം വല്ല പ്രൊമോഷനൊക്കെ കൊടുക്കുമായിരിക്കും. പോലീസ് കേസുമായി പോകണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ പഠിക്കുവാണ്. അപ്പോ ഇതിനിടയ്ക്ക് കേസ്, കോടതി അതൊക്കെ വരുമ്പോ എന്താവും എനിക്കറിയില്ല. ഈ വിഷയവും ഈ പോസ്റ്റും ഒക്കെ തന്നെ കാര്യമായിട്ട് എന്നെ ബാധിച്ചിട്ടുണ്ട്. അപ്പോ എന്തായാലും സമൂഹം അറിയട്ടെ, ഇയാളെ ക്രിസ്തീയ സമൂഹം അറിയണം. മരം കൊള്ളക്കാരൻ ആൻഡോ മൊട്ട അരുണെ, നിന്റെയൊക്കെ ഡെസ്കിൽ ജോലി ചെയ്യുന്ന ഈ ഞരമ്പനെ നിനക്കൊക്കെ പുറത്താക്കുവാനുള്ള ഉറപ്പുണ്ടോ? ഒരിക്കലും കാണില്ല. കാരണം ഇവനെയൊക്കെ തൊട്ടാൽ നിന്റെയൊക്കെ ആ നാറിയ കഥകൾ മുഴുവൻ ഇവൻ സൈക്കിൾ എടുത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ട് ലോകം ചുറ്റും. ഇനി നാട്ടുകാരുടെ ഞരമ്പ് കഥകൾ പടച്ചുവിടുന്നതിന് മുമ്പ് നിന്റെയൊക്കെ ചാനലിലെ സ്ത്രീകളുടെ ദയനീയ അവസ്ഥ ഒന്ന് ആലോചിച്ചിട്ട് പറയുക. അല്ലെങ്കിൽ അവർ ഇതുപോലെ പല വെളിപ്പെടുത്തലുകളും നടത്തിക്കളയും. അതുപോലെ അഞ്ജന അനിൽകുമാറിനോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, നിങ്ങളൊരു മാധ്യമപ്രവർത്തകയാണെന്ന് പറയുന്നു. കുറച്ചുകൂടെയൊക്കെ ആർജവം കാണിക്കേണ്ടേ ഇക്കാര്യത്തിൽ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് ആ ചാനലിലെ നിങ്ങളുടെ റിപ്പോർട്ടിംഗ് അതോറിറ്റിക്ക് രേഖാമൂലം ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുക എന്നതായിരുന്നു. അതിന് ഉചിതമായ മറുപടി കിട്ടുന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് നീതി കിട്ടിയില്ല എന്ന തോന്നലുണ്ടായാൽ രേഖാമൂലം പോലീസിന് കംപ്ലൈൻറ്റ് കൊടുക്കുക. അയാളുടെ ഭാവി ഓർത്തിട്ട, അയാളുടെ കുടുംബത്തെ ഓർത്തിട്ട അപ്പടിയാ എപ്പടിയാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നുകിൽ ഇതേ വിട്ടുകളയുക, അല്ലെങ്കിൽ കൃത്യമായ പ്രോട്ടോകോൾ പാലിച്ച് പരാതി നൽകുക. അഴകുഴമ്പൻ മട്ടിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യരുത്. അത് ഒടുവിൽ നിങ്ങൾക്ക് തന്നെ പണിയാകും. നിങ്ങൾ ഇത്രയും വെളിപ്പെടുത്തിയ സ്ഥിതിക്ക് എത്രയും വേഗം പോലീസിൽ രേഖാമൂലം കംപ്ലൈൻറ്റ് ചെയ്യുക. 0 FIR ആണിപ്പോൾ. ഏത് സ്റ്റേഷനിലും നിങ്ങൾക്ക് പരാതി നൽകാം. അത് ബന്ധപ്പെട്ട സ്റ്റേഷനിലേക്ക് അവർ ഫോർവേഡ് ചെയ്തു കൊള്ളും. ഒരു മെയിൽ അയക്കേണ്ട ആവശ്യമേ ഉള്ളൂ. പോലീസുകാർ നിങ്ങളുടെ വീട്ടിൽ വന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്ത് വന്ന് മൊഴി എടുത്തുകൊള്ളും. നിങ്ങളുടെ പഠനത്തെ ഒന്നും ഇത് യാതൊരു വിധത്തിലും ബാധിക്കില്ല. ഇത്രയുമായ സ്ഥിതിക്ക്, നനഞ്ഞിറങ്ങിയ സ്ഥിതിക്ക് കുളിച്ച് കയറുക. അതുപോലെ മരം കൊള്ളക്കാരന്മാർ ആ ഞരമ്പനെ എടുത്ത് എത്രയും വേഗം പുറത്തു കളയുക. ഇവൻ ഓർത്തഡോക്സ് സഭയിലെ മെത്രന്മാരെ സ്വീകരിക്കുമ്പോൾ പാടുന്ന പാട്ടും വിവാഹ ശുശ്രൂഷയുടെ പാട്ടും ഒക്കെ ഇരുന്ന് പാടുന്നത് കേൾക്കുമ്പോൾ ഇവനൊരു ഓർത്തഡോക്സ് കുഞ്ഞാടാകാനാണ് സാധ്യത. നോക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.